കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മുമ്പ് നിങ്ങൾ കേട്ടതായ 1 തീമോഥെയോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, അന്യതാ ഉപദേശിക്കരുതെന്നും വിശ്വാസമെന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്ന് എന്ന ആ വിഷയത്തിൻ്റെ 2-ാമത്തെ എപ്പിസോഡായിട്ടാണ് ഞാൻ 2-3 ചെയ്യണമെന്ന് വിചാരിക്കുക. വിഷയം ദൈവാത്മാവ് പ്രകാശിപ്പിക്കുന്ന പോലെ ദൈവശരീരം പ്രാർത്ഥിച്ച് അത് നിങ്ങളുടെ മുൻപിൽ എത്തിക്കുവാനാണ് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ശുശ്രൂഷകന്മാർക്ക് വേണ്ടിയുള്ള ലേഖനങ്ങളാണ് 1 തീമോഥെയോസ്, 2 തീമോഥെയോസ്, തീത്തോസ്, ഫിലമോൻ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ശുശ്രൂഷകന്മാർ ഇതേക്കുറിച്ച് പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായവും അത് തന്നെയാണ്. ശുശ്രൂഷന്മാർക്ക് വേണ്ടിയുള്ളത്. ശുശ്രൂഷന്മാർക്ക് വേണ്ടിയുള്ളതായതുകൊണ്ട് ഇത് ആരും എടുത്ത് പ്രസംഗിക്കുന്നില്ലെന്ന് തോന്നിപ്പോവുക. ശുശ്രൂഷന്മാരെല്ലാം തികഞ്ഞവരാണെന്നൊരു ചിന്തയുണ്ട്. അവിടെയാണ് നമുക്ക് പരാജയപ്പെട്ടത്. ആരും തികയുന്നില്ല. ഈ ഭൂമിയിൽ വെച്ച് തികഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും കാണത്തില്ല. തികഞ്ഞവരപ്പം കർത്താവ് കൊണ്ടുപോകും. പൗലോസ് പറഞ്ഞു, ലഭിച്ചു കഴിഞ്ഞൊന്നും തികഞ്ഞവനായൊന്നും അല്ല, തികയാൻ ഓടിക്കൊണ്ടിരിക്കുന്നവരാണ് ഭക്തന്മാർ. അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ബിബ്ലിക്കലായിട്ടൊക്കെ എത്ര പഠിച്ച് ഡിഗ്രി എടുത്താലും BTH മാസ്റ്റർ ബിരുദങ്ങളൊക്കെ എടുത്ത് MDU ചെയ്ത് പിന്നെ PhD ചെയ്ത് ഒക്കെ കഴിയുമ്പോൾ അഹങ്കാരത്തിൻ്റെ അത്യുച്ചകോടിയിലായി പാസ്റ്റർമാരെ ഞാൻ കാണുന്നുണ്ട് പലരെയും. അതൊക്കെ വലിയ സാത്താൻ്റെ പരിപാടികളാണ്. കാരണം ഈ ലോകത്തിൻ്റെ ജ്ഞാനം കൊണ്ടല്ല നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യേണ്ടതെന്ന് വസ്തുനിഷ്ഠമായി നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച പിതാക്കന്മാരിൽ ഞാൻ മനസ്സിലാക്കിയത്, കർത്താവാണ് നമ്മെ ശുശ്രൂഷ ബലമേൽപ്പിക്കുന്നത്, ഒരു പാസ്റ്ററല്ല. സ്തോത്രം. നമ്മൾ സ്വയം കയറി ചെയ്യുകയല്ല. ഇന്ന് കർത്താവ് ആക്കി വെച്ചവരും സംഘടന ആക്കി വെച്ചവരും സ്വയം കയറി ചെയ്യുന്നവരുമാണ് 3 ഗ്രൂപ്പാണുള്ളത്. അത് കർത്താവ് ആക്കി വെച്ചൊരു വളരെ കുറവാണെന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് ആക്കി വെച്ചൊരു ദൈവം ആക്കി വെച്ച് ദൈവത്തിൻ്റെ വായന സംസാരിക്കും, ദൈവസന്ധിയാവും, ദൈവവചനം കേൾക്കും. സംഘടന ആക്കി വെച്ചൊരു സംഘടനയുടെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് അതല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വയം ആകുന്നവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ശുശ്രൂഷയ്ക്ക് ആക്കി വെക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വേല ഫലകരമായി ചെയ്യാൻ കഴിയുന്നത്, ദൈവവചനം അതിൻ്റെ നിർമ്മലമായ നിലയിൽ പ്രസംഗിക്കാൻ കഴിയുന്നതെന്ന് നമ്മൾ നന്നായിട്ട് ഗ്രഹിക്കണം. സ്തോത്രം. ഇവിടെ പൗലോസ് തീമോഥെയോസിനെ ഫലമേൽപ്പിക്കുന്ന ഉപദേശം നമുക്കും കൂടിയുള്ളതാണ്. എല്ലാ പാസ്റ്റർമാർക്കും ദൈവദാസന്മാർക്കും കൂടിയുള്ളതാണ്. അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. സ്തോത്രം. ഞാൻ ഇനി വിഷയത്തിലേക്ക് വരിക. അപ്പോൾ വിശ്വാസമെന്ന ദൈവവ്യവസ്ഥ യൂദയുടെ ലേഖനത്തിൽ നമ്മൾ പഠിച്ചത് എന്താ? സ്തോത്രം. യൂദയുടെ ലേഖനം 3-ാം വാക്യത്തിൽ നമ്മൾ പഠിച്ചത്, ഞാനൊന്നുകൂടി അതൊന്ന് വായിച്ച് നിങ്ങളെ ഒന്ന് ഗ്രഹിപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാടുക. വിശ്വാസ പ്രമാണം, യൂദ 3-ാം വാക്യം. വിശ്വാസ പ്രമാണമാണ് കാണിക്കുന്നത്. അപ്പം ചോദിക്കും, അപ്പം നമുക്കുള്ള വിശ്വാസം എന്താ? അതിനെക്കുറിച്ച് പറയാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്ന റോമാലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിൽ, സ്തോത്രം, ഇത് കാര്യകാരണ സഹിതം മനസ്സിലാക്കി പോയില്ലെങ്കിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാവും മനുഷ്യർ. സ്തോത്രം. തിരുവെഴുത്തുകളെ അതിൻ്റെ വ്യവസ്ഥാപിതമായ രീതിയിൽ പഠിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. സ്തോത്രം. റോമാലേഖനം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ഉം 4-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. 3-ഉം 4-ഉം 5-ഉം വാക്യങ്ങൾ. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ നമുക്കുള്ള വിശ്വാസം ഇവിടെ കാണിക്കുന്നത്. മറ്റത് വിശ്വാസം എന്ന ദൈവവ്യവസ്ഥ, വിശ്വാസ പ്രമാണം, അത് വേറൊന്നാണ്. ഇത് നമുക്കുള്ള വിശ്വാസം. ഓരോരുത്തരും അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു. അപ്പം നമുക്ക് ലഭിച്ച വിശ്വാസം, വിശ്വാസ പ്രമാണം, രണ്ടും രണ്ടാ. അതുപോലെ സുവിശേഷത്തിന് 2 ഭാഗങ്ങളുണ്ടെന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള പഠിപ്പിക്കലൊന്നുമില്ല. ഒന്ന് കോമൺ സാൽവേഷൻ. എന്താണ്? മറ്റൊരുത്തന് രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. അത് പൊതുവിലുള്ള രക്ഷയാണ്.
അതാ യൂത എഴുതാനായിട്ട് ആഗ്രഹിച്ചതാ. പ്രിയരെ, പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾ എഴുതി അറിയിപ്പാൻ താൻ ശ്രമിച്ചു. പക്ഷേ വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതാണ് പ്രധാനമെന്ന് ദൈവാത്മാവ് തന്നെ തോന്നിച്ചത് കൊണ്ടാണ് വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ട വിഷയത്തെക്കുറിച്ച് സ്വത്രം യൂത എഴുതാനിടയായത്. യൂതയുടെ ലേഖനം ദുരുപദേശത്തിനെതിരെ ശക്തമായ നിലകൊള്ളുന്ന ലേഖനമാണ്. എൻ്റെ ക്ലാസ് അതിൽ യൂട്യൂബിൽ കിടപ്പുണ്ട്. യൂതയുടെ ലേഖനത്തിൻ്റെ ബുക്ക് ഓഫ് ജൂഡിൻ്റെ ക്ലാസ് ഇതിൽ കിടപ്പുണ്ട്. 2, 3, 4 എപ്പിസോഡുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾ ദയവായി സെർച്ച് ചെയ്ത് കേൾക്കുക. ബൈബിൾ സ്റ്റഡി ബാർ പാസ്റ്റർ സാമ്പോളം നടിച്ചാൽ നിങ്ങൾക്കത് കിട്ടും. നിങ്ങളതെടുത്ത് കേൾക്കുക. വളരെ മനോഹരമായ ക്ലാസ്സുകളാണത്. മനോഹരമെന്ന് പറയുന്നതിനേക്കാൾ ഉപരി അത് വളരെ ശക്തമാണ്. ഈ കാലഘട്ടത്തിൽ ദുരുപദേശങ്ങളെ ഒഴിഞ്ഞു പോകുവാൻ ആ വചന പഠനങ്ങൾ ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ സ്വത്രം കോമൺ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ സ്വത്രം പൊതുവിലുള്ള രക്ഷ, യേശുക്രിസ്തുവിനെ പ്രസംഗിച്ച് രക്ഷയിലേക്ക് നടത്തുക. മറ്റൊരുത്തരും രക്ഷയില്ല, ഇന്ന് രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിലും ഭൂമിയുടെയും നൽകപ്പെട്ട വേറൊരു നാമമില്ല എന്ന് പ്രസംഗിച്ച് നമ്മൾ വിശ്വാസികളെ രക്ഷയിലേക്ക് നടത്തിയിട്ട് സഭയിൽ കൊണ്ടുവന്ന് സ്ഥാനപ്പെടുത്തി പരിശുദ്ധാത്മാവിഷയത്തിലേക്കും പത്യവചനം 10 ഉപദേശം പഠിപ്പിച്ച് ഞാനോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെ ശിഷ്യരാക്കി കൊള്ളുമെന്ന് കർത്താവ് പറഞ്ഞ വ്യവസ്ഥ പ്രകാരം ശിഷ്യരാക്കാനായിട്ട് കർത്താവ് കൽപ്പിച്ച ഉപദേശങ്ങൾ പഠിപ്പിച്ച് അവരെ കർത്താവിൻ്റെ ശിഷ്യന്മാരാക്കി വളർത്തിയെടുക്കുന്ന ഒരു പ്രവണത ഇന്നെങ്ങും കാണുന്നില്ല. രക്ഷിക്കപ്പെട്ട് വരുന്നവനെ 109 സങ്കീർത്തനം പഠിപ്പിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ചിന്തിക്കാറുണ്ടോ? ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ അതിനെക്കുറിച്ച്? രക്ഷിക്കപ്പെട്ടു വരുന്നൊരു വ്യക്തിയെ 109 സങ്കീർത്തനം പഠിപ്പിച്ചാൽ അവൻ പിന്മാറ്റക്കാരനായി പോകും. സംശയമില്ല കാര്യത്തിൽ. കാരണം സങ്കീർത്തനത്തിൻ്റെ ഘടനയും രചനയും അങ്ങനെയാണ് കിടക്കുന്നത്. ഞാനത് പല പ്രാവശ്യം യൂട്യൂബിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ആ വിഷയങ്ങൾ ഒന്നുകൂടി പറയാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. അത് പറയാൻ താല്പര്യപ്പെടുന്നു. 109 സങ്കീർത്തനത്തിൻ്റെ എല്ലാം വായിക്കുന്നില്ല, 4 വാക്യം. എൻ്റെ സ്നേഹത്തിന് പകരം അവർ വൈര്യം കാണിച്ചിരിക്കുന്നു, ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം ദോഷവും അവർ എന്നോട് കാണിച്ചിരിക്കുന്നു. നീ അവൻ്റെ മേലൊരു ദുഷ്ടനെ നിയമിക്കണമേ, എതിരാളി അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കട്ടെ. അവനെ വിസ്തരിക്കുമ്പോൾ അവൻ കുറ്റക്കാരനെന്ന് തെളിയട്ടെ. അവൻ്റെ പ്രാർത്ഥന പാവമായി തീരട്ടെ. അവൻ്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ. അവൻ്റെ സ്ഥാനം മറ്റൊരുത്തനെ ഏൽക്കട്ടെ. അവൻ്റെ മക്കൾ അനാഥരും അവൻ്റെ ഭാര്യ വിധവയുമായി തീരട്ടെ. അവൻ്റെ മക്കൾ അലഞ്ഞ് തെണ്ടി നടക്കട്ടെ. തങ്ങളുടെ ശൂന്യഭവനങ്ങളെ വിട്ട് ഇരുന്ന് നടക്കട്ടെ. കടക്കാരൻ അവനുള്ളതൊക്കെയും കൊണ്ടുപോകട്ടെ. അന്യജാതിക്കാർ അവൻ്റെ പ്രയത്നഫലം കൊള്ളയിടട്ടെ. അവന് ദയ കാണിപ്പാൻ ആരും ഉണ്ടാകരുത്. അവൻ്റെ അനാഥരോട് ആർക്കും കൃപ തോന്നരുത്. അവൻ്റെ സന്തതി മുടിഞ്ഞു പോകട്ടെ. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ബാക്കി പറയുന്നില്ല. ഒത്തിരി സങ്കീർത്തനങ്ങളുണ്ട് അങ്ങനെ. സ്തോത്രം. സങ്കീർത്തനം 55, സങ്കീർത്തനം 109, സങ്കീർത്തനം 51, ഇതൊക്കെ നമ്മൾ പഠിച്ചു വരും. വേറെ ഒത്തിരി ഭാഗങ്ങളുണ്ട്. അവരുടെ കാലഘട്ടത്തിൽ അവർ ചെയ്തത് ശരിയാ. അവരാ പ്രാർത്ഥിച്ചത് ശരിയാ. കാരണം കണ്ണിന് കണ്ണ് പല്ലിന് പല്ല്. ഇപ്പോൾ ഇസ്രയേലും ഇറാനും കൂടി യുദ്ധം ചെയ്യുന്നുണ്ട്. ഭയങ്കര യുദ്ധമാണ്. മിഡിൽ രാഷ്ട്രങ്ങൾ ഇറാനും. രണ്ടുപേരുടെയും പ്രമാണം എന്താ? ന്യായപ്രമാണമാണ്. കണ്ണിന് കണ്ണ് പല്ലിന് പല്ല. എന്നാൽ നമ്മൾ പുതിയ നിയമ വ്യവസ്ഥ പ്രകാരം ജീവിക്കേണ്ടവരാ. 3 ഗ്രൂപ്പാണ് ഈ ഭൂമിയിലുള്ളത്. 1 സ്തോത്രം യഹൂദൻ, 2 ജാതികൾ, 3 ദൈവസഭ. ഈ 3 ഗ്രൂപ്പിന് 3 വ്യവസ്ഥതയാണ്. ഇതൊന്നും ആരും വേണ്ട രീതിയിൽ മനസ്സിലാക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നില്ലെന്ന് ഒരു വലിയ പരാതി എനിക്കുണ്ട്, പ്രിയ ദൈവമക്കളെ. സ്തോത്രം. നമുക്കുള്ള പ്രമാണം കർത്താവായ യേശുക്രിസ്തു അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചതാ. ആ പ്രമാണത്തിൻ്റെ വ്യവസ്ഥിതികളാണ് പൗലോസ് തിമോഥെയോസിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രതികാരമൊന്നുമില്ല. സഹിക്കാനും പൊറുക്കാനും ക്ഷമിക്കാനേ ഉള്ളൂ. ശാസനയുണ്ട്, തർജ്ജനമുണ്ട്, കഠിനമായ ശാസനയുണ്ട്. അതൊക്കെ സ്തോത്രം. ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥന 109 നമ്മൾ കേട്ടല്ലോ. എന്നാൽ മത്തായി 5 കർത്താവ് എന്താ പഠിപ്പിച്ചേ? എത്ര വ്യക്തമായി കർത്താവ് പഠിപ്പിച്ചു മത്തായി 5. സ്തോത്രം. ഞാനത് എത്രയോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം. മത്തായി 5 കർത്താവ് പഠിപ്പിച്ചത് സ്തോത്രം ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥിതി അങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് പൂർവന്മാരോട് അരുളിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ.
ജനം വായിക്കാനായിട്ട് അവർക്ക് പുസ്തകമൊന്നുമില്ല. നമുക്കിപ്പോൾ ഇഷ്ടം പോലെ പുസ്തകമുണ്ട്. അവരത് കേട്ടിട്ടുണ്ടല്ലോ, പുരോഹിതന്മാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാനോ നിങ്ങളോട് പറയുന്നു, എന്ത് ചെയ്തത്? സഹോദരൻ കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാരാന്ന് പറഞ്ഞാലോ ന്യായാധിപതി നമ്മുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. മൂടാന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. അപ്പോൾ ഈ കർത്താവ് പഠിപ്പിച്ചതും ഈ 109 സങ്കീർത്തനത്തിൽ ദാവീദ് സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ സഹോദരങ്ങളെ, പാസ്റ്റർമാരെ, വിശ്വാസികളെ, ബന്ധക്കോ സമൂഹമേ? ഉണ്ടോ? ഒരു ബന്ധവുമില്ല. രണ്ടും രണ്ടാ. ന്യായപ്രമാണത്തെക്കുറിച്ച് പൗലോസിന്റെ പദപ്രയോഗങ്ങൾ നമ്മൾ പഠിക്കണം. നടിച്ചുവരാണ് ന്യായപ്രമാണം. ശത്രുത്വം എന്ന നടിച്ചുവർ അത് ഇടിച്ചു കളഞ്ഞു. കർത്താവിനെ ക്രൂശിക്കുന്ന സമയത്ത് തിരശ്ശീല രണ്ടായി കീറിപ്പോകുന്നു, അല്ലേ? തിരശ്ശീല കീറി, ന്യായപ്രമാണം കീറിപ്പോയി, ന്യായവ്യവസ്ഥമായി. ഇപ്പൊ നമ്മൾ തുന്നിക്കൂട്ടിക്കൊണ്ടിരിക്കുക, പാസ്റ്റർമാരത് തുന്നിക്കൂട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കർത്താവ് കീറിക്കളഞ്ഞതിനെ, കർത്താവ് മാറ്റിവെച്ച വ്യവസ്ഥിതിയെ നമ്മളെടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എന്താവശ്യം? അവൻ ഞങ്ങളെ പുതു നിയമത്തിൻ്റെ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. പുതു നിയമത്തിൻ്റെ, അത് KJV ട്രാൻസ്ലേഷൻ പഠിക്കുമ്പോൾ പുതു നിയമത്തിൻ്റെ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരാക്കി. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെ ശിഷ്യരാക്കിക്കൊള്ളണമെന്നുള്ള കർത്താവിൻ്റെ മത്തായി 28 20 വാക്യം ഏറ്റവും പ്രധാനമാണ്. പാസ്റ്റർമാർ അത് ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആര് പറഞ്ഞു സങ്കീർത്തനം സഭയിൽ പ്രബോധിപ്പിക്കാൻ? ആര് പറഞ്ഞു സങ്കീർത്തനത്തിലെ കാര്യങ്ങളെടുത്ത് കൃത്യമായിട്ട് ഇങ്ങനെ വായിച്ച് പ്രസംഗിക്കാൻ? സങ്കീർത്തന ഭാഗങ്ങൾ ഞങ്ങൾ പ്രസംഗിക്കും, അത് ബുദ്ധിപദേശമായിട്ട് പ്രസംഗിക്കും. സ്തോത്രം. സങ്കീർത്തനത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കും. 22 സങ്കീർത്തനം മശിഹാ സങ്കീർത്തനമാണ്. അതെടുത്ത് അതിൻ്റെതായ നിലയിൽ അത് പ്രസംഗിക്കും. പക്ഷെ 109 സങ്കീർത്തനം എടുത്ത് പ്രസംഗിക്കുമ്പോൾ ചിന്തിച്ചോണം, അത് ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതിയിലുള്ളതാണ്. നമ്മളോ തമ്മിൽ സ്നേഹിക്കാനുള്ളവരാ. സ്തോത്രം. അത് നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. വളരെ വ്യക്തമായി കൃത്യമായി അത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നേ, മത്തായി 5 എടുത്ത് വായിച്ചാൽ, ഞാനോ നിങ്ങളോട് പറയുന്നു, മോശയുടെ പ്രമാണത്തിൽ അങ്ങനെ പറയുന്നു, നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് അങ്ങനെ പറയുന്നു, ഞാനോ നിങ്ങളോട് ഇങ്ങനെ പറയുന്നു. നിങ്ങൾ മോശയുടെ പ്രമാണത്തിൽ പുരോഹിതന്മാർ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളുടെ എന്ത് പറയുന്നു? കർത്താവിൻ്റെ പ്രമാണം, പുതിയ നിയമ പ്രമാണം. സ്വർഗത്തിലെ ദൈവം കർത്താവിൽ കൂടെ പ്രമാണം തിരുത്തി. യേശു കർത്താവ് വന്ന് പ്രമാണം തിരുത്തി. യേശു ദൈവമല്ലേ? ആ തിരുത്തിയ പ്രമാണമാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. അതാ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കോണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഓൾ നേഷൻസ്, എല്ലാ ജാതികളെയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത്. മോശയുടെ കൽപ്പന പ്രകാരം നമ്മൾ ലേവ്യ പുസ്തകം 10:6 10:1-2 നമ്മൾ വായിച്ചു. എന്താണ്? തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി നാദാബും അബീബും കൊണ്ടുപോയപ്പോൾ അവർ ദഹിച്ചു പോയി. സ്തോത്രം. ആ മോശയുടെ പ്രമാണത്തിൽ ആ വ്യവസ്ഥയ്ക്കല്ലാത്തത് അവർ ചെയ്തപ്പോഴാണ് അവർ ദഹിച്ചു പോയത്. അതുപോലെ കർത്താവ് കൽപ്പിച്ച, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും, കർത്താവിൻ്റെ ഡിസൈപ്പിൾസിനെ കർത്താവ് പഠിപ്പിച്ചതാണ് നമ്മൾ പഠിപ്പിക്കേണ്ട ഉപദേശം. അവരെ പഠിപ്പിച്ചതാണ്, അവർ സഭയെ പഠിപ്പിച്ചത്. റോമാലേഖനം മുതൽ 6-7 സഭകളെ കാണെ, തെസ്സലോനിക്ക സഭ വരെയുള്ള ആ സഭകളെ പഠിപ്പിച്ചത് മുഴുവൻ കർത്താവ് വരെ പഠിപ്പിച്ചതാ. അതിൽ വേറൊരു തിരുത്തുണ്ട്. തിരുത്തെന്നല്ല, എനിക്ക് നിങ്ങളോട് ഒത്തിരി പറയാനായിട്ട് വായിപ്പാൻ കഴിയില്ല. കർത്താവിന് ഒത്തിരി പഠിപ്പിക്കാനുണ്ടായിരുന്നു. കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. അവരുടെ മനസ്സ് കലങ്ങി. കർത്താവ് പഠിപ്പിച്ചില്ല. അവൾ ഒരു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേം ലഹുദിൽ എൻ്റെ സാക്ഷികളാവും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ പറയാതെ വിട്ട് നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ മറന്നുപോയത് നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അങ്ങനെ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ പറയാതെ വിട്ടത് പഠിപ്പിക്കുകയും പറഞ്ഞതൊക്കെ അവർ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ആത്മാവ് വന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി കൃത്യമായി നല്ല ക്ലാരിറ്റി ആയിട്ട് ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അതാണ് അവർ സഭയെ ഉപദേശിച്ചത്. നീ ന്യായപ്രമാണം അനുഷ്ഠിച്ചാൽ നീ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നീ കൃപയിൽ നിന്ന് വീണുപോയി.
സങ്കീർത്തന വായന സഭകളിൽ കൊണ്ടുവന്നത് ബ്രദറൻ ചർച്ചുകളാണെന്ന് പറയപ്പെടുന്നു. ഞങ്ങളെ പഠിപ്പിച്ച പിതാക്കന്മാരിൽ നിന്നാണ് കേട്ടത്. സ്തോത്രം. അവരാണത് പഠിപ്പിച്ചത്. നമ്മുടെ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിലുള്ളവർ അതങ്ങ് ഏറ്റെടുത്തു. സ്തോത്രം. എന്തൊക്കെയാണ് ഞാൻ കേട്ടത്, പുള്ളി പറഞ്ഞു കേട്ടതാ. എന്നാൽ സഭയെ പഠിപ്പിക്കേണ്ടത്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയും വേർപാടിലും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ പുതുതായി സഭയിൽ വന്നു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഉപദേശങ്ങൾ പഠിപ്പിക്കണം. തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. തമ്മിൽ തമ്മിൽ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. ഇന്നിപ്പോൾ തമ്മിൽ തമ്മിൽ സ്നേഹമില്ലല്ലോ. പാരവെപ്പല്ലേ. ഇലക്ഷൻ നടത്തുമ്പോൾ കോഴ കൊടുത്ത് വോട്ട് വാങ്ങുകയല്ലേ. 3 സ്റ്റാറും 5 സ്റ്റാറും ഉള്ള പോലീസുകാരെ കാശ് കൊടുത്ത് ഇലക്ഷൻ നടത്തുമ്പോൾ അവരെ നമ്മുടെ നടുവിൽ കൊണ്ടുവച്ചേക്കല്ലേ. എന്താവശ്യം? അപ്പൊ പിന്നെ പൊളിറ്റിക്സ് നമ്മളുമായിട്ട് എന്ത് ബന്ധം? രാഷ്ട്രീയക്കാരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? ഇലക്ഷൻ ചെയ്യാൻ നേരത്ത് പോലീസുകാർ നിപ്പുണ്ട് നമ്മളവിടെ. ആരെങ്കിലും കള്ളവോട്ട് ചെയ്യാൻ നോക്കി. ഇവിടെയും പോലീസുകാരുണ്ട്. നമ്മൾ കണ്ടതല്ലേ. പോലീസുകാരെ ഇറക്കി ഇലക്ഷൻ നടത്തുക. എന്നിട്ട് വിശ്വാസികളാണെന്ന് പറഞ്ഞ് ചമഞ്ഞ് കിടക്കുക. ഇതുപോയി ഇവരെ പോലെ കപടഭക്തന്മാർ, ന്യായശാസ്ത്രന്മാർ, പരീശന്മാർ ഇവരെക്കാളും നല്ലതാണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവും, പറയേണ്ടി വരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയം, എനിക്ക് ആരോടും വിരോധമൊന്നുമില്ല. ഉള്ളതുപോലെ തുറന്ന് പറഞ്ഞ് അങ്ങ് മരിക്കുക എന്നുള്ള എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലോസ് തിമോഥെയോസിനെ പഠിപ്പിച്ചതും തീത്തോസിനെ പഠിപ്പിച്ചതും ഫിലമോനെ പഠിപ്പിച്ചതും ഒക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ശുശ്രൂഷന്മാർ എങ്ങനെ പഠിപ്പിക്കണമെന്ന് സ്തോത്രം അതിൽ നിന്ന് നമുക്ക് കിട്ടും. അത് മാത്രമല്ല, റോമാലേഖനം മുതൽ യൂദറ ലേഖനം വരെ പഠിപ്പിച്ചാൽ അവർ സഭകളെ പഠിപ്പിച്ച ഉപദേശം നമുക്ക് കിട്ടും. അത് സഭകളെ അങ്ങ് പഠിപ്പിച്ചാൽ മതി. നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അവർ പഠിപ്പിച്ചതുപോലെ നമ്മളങ്ങ് പഠിപ്പിക്കുക. കാരണം വചനം അവരെയാ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. ശുശ്രൂഷ അവരെയാ വചനം ഫലമേൽപ്പിച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ ശുശ്രൂഷ അവരെ ഫലമേൽപ്പിച്ചു, വചനം അവരെ ഫലമേൽപ്പിച്ചു എന്ന് അതിൻ്റെ 18, 19, 20 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ വ്യക്തമായി കിടപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. സ്തോത്രം. സമയത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് പൗലോസ് ഇവിടെ തിമോഥെയോസിനെ പഠിപ്പിച്ച ഉപദേശം തന്നെ സഭയെ നമ്മൾ പഠിപ്പിക്കണം. അതാണ് നമ്മുടെ ഉപദേശം. അതിന് യാതൊരു കോട്ടവും ആരും വരുത്തരുത്. ഇപ്പോൾ ഈ നേരത്തെ പ്രസംഗിച്ച ആ എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഇത് കിടക്കുന്നത്. അതുകൊണ്ട് അതിന് 1 തിമോഥെയോസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനതിൽ വിട്ടിട്ട്, ഞാൻ പറഞ്ഞല്ലോ, സെലക്റ്റഡ് ആയിട്ടുള്ള കുറേ വചനങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിർത്തി വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. 1 തിമോഥെയോസ് 4-ന്റെ 6-ാം വാക്യം, ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും വചനത്താൽ, കണ്ടോ, വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെ വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുവേശുവിന് നല്ല ശുശ്രൂഷകനാകും. അപ്പൊ ക്രിസ്തുവേശുവിൻ്റെ നല്ലൊരു ശുശ്രൂഷകനാകുന്ന എങ്ങനെയാ? സ്തോത്രം. വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും വചനത്താലുള്ള പോഷണം. കൊച്ചുകുട്ടികൾക്ക് പോഷകാഹാരം കൊടുക്കും. നേന്ത്രക്കായ ഉണക്കിപ്പൊടിച്ച് നല്ലവണ്ണം പാലിൽ കുറുക്കായിട്ട് കൊടുക്കും. നല്ല പോഷകാഹാരമാണ്. പുഷ്ടിയോട് കുഞ്ഞുങ്ങൾ വളർന്നു വരും. ഇന്നത്തെ അമ്മമാർക്ക് ഒട്ടുമാർക്കും ഇവർക്ക് പാലൊന്നും ഇല്ല. സ്തോത്രം. നല്ലൊരു ശതമാനം ഞങ്ങളൊക്കെ അമ്മപ്പാൽ കുടിച്ച് വളർന്നവരാ. ഇന്നത്തെ കുട്ടികളൊന്നും അമ്മപ്പാൽ കുടിക്കുന്നില്ല. അവർക്കൊട്ട് പാലും ഇല്ല, ഒന്നുമില്ല. അതിനെക്കുറിച്ച് എന്നെ കൂടുതൽ പറയാനൊന്നും പോകുന്നില്ല. സൗന്ദര്യവർഗത്തിന് വേണ്ടി പാൽ കുടിപ്പിക്കാത്ത അമ്മമാർ വരെ ഉണ്ട്. പോട്ടെ, എൻ്റെ വിഷയം അതല്ല. ഇവിടെ മായമില്ലാത്ത പാല് അപ്പോസ്തലന്മാർ തരുന്ന പാലാണ്. മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിനെന്ന് 1 പത്രോസ് 2-ന്റെ സ്തോത്രം 1-ാം അധ്യായത്തിലുണ്ട്. മായമില്ലാത്ത പാല്. ആ പാല് കുടിച്ച് സതുപദേശം, സ്തോത്രം, വിശ്വാസത്തിൻ്റെ സതുപദേശത്തിൻ്റെ വചനത്താൽ പോഷണം ലഭിച്ച് നല്ലൊരു ശുശ്രൂഷനാകുമെന്ന് പൗലോസ് ഇവിടെ പഠിപ്പിക്കുക തിമോഥെയോസിനെ. അത് കഴിഞ്ഞിട്ട് അടുത്ത എൻ്റെ 4-ന്റെ 13, 12, 13 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ശ്രദ്ധിക്കണമേ. എല്ലാം വായിക്കാനുള്ള സമയമില്ല. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിൽ, നടപ്പിൽ, സ്നേഹത്തിൽ, വിശ്വാസത്തിൽ, നിർമ്മലതയിൽ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഇന്നങ്ങനെയാണോ? ഇത് പാസ്റ്റർമാർ അങ്ങനെയാണോ? എല്ലാ കാര്യത്തിലും മാതൃകയാണോ? പണ്ടൊരു സഭയിൽ പുതുതായിട്ടൊരു വിശ്വാസി വന്ന അമ്മാമ്മ
രക്ഷിക്കപ്പെട്ട് ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ. മാലയൊക്കെ ഇട്ട് 5 പവൻ്റെ മാലയും കണ്ടുണ്ടായിരുന്നു. പാസ്റ്ററിന് എന്തോ ഒരു ആവശ്യം വന്നപ്പോൾ ഈ മാല മേടിച്ചങ്ങ് പണയം വെച്ചു. പാസ്റ്ററോടുള്ള സ്നേഹം, പാസ്റ്റർ ദൂതന്മാരെ പോലെയല്ലേ കാണുന്നത്. അതാണ് നമുക്ക് പറ്റിയത്. ഒരു ബലഹീന മനുഷ്യനാണ് പാസ്റ്റർ എന്നുള്ളത് എല്ലാ ദൈവമക്കളും മനസ്സിലാക്കിയിരിക്കണം. ദൈവത്തിൻ്റെ സ്ഥാനമൊന്നും അവർക്ക് കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവസാനം അബദ്ധത്തിൽ ചെന്ന് ചാടും നമ്മൾ. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞു, നാം പലരും തെറ്റിപ്പോകുന്നു. പാസ്റ്ററും വിശ്വാസികളെല്ലാം തെറ്റിപ്പോകും. ജഡത്തിൽ നമ്മൾ ഇരിക്കുന്ന കൊണ്ട്, ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നടന്നിരിക്കുന്ന കൊണ്ട് നമ്മുടെ ജഡത്തിൽ നമ്മൾ തെറ്റുകുറ്റങ്ങൾ വരാം. അതാത് സമയങ്ങളിൽ ശുദ്ധീകരണം പ്രാപിച്ച് പോകുന്നവരായിരിക്കണം പാസ്റ്റർമാരെ. വിശ്വാസികളും അങ്ങനെ തന്നെ ആയിരിക്കണം. സ്തോത്രം. ഇവിടെ പറയുന്നു, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. സ്തോത്രം. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. കേട്ടോ, വായന, പ്രബോധനം, ഉപദേശം. ഫോണിക്കിടന്ന് മാന്തിക്കൊണ്ടിരിക്കാതെ വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. ഉപദേശം പഠിച്ചവനല്ലേ ഉപദേശം പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. സങ്കീർത്തനം പഠിച്ച പുതിയ നിയമസം അവിടെ ഉപദേശം പ്രസംഗിക്കാൻ പറ്റുമോ? ഇല്ല. സങ്കീർത്തനത്തിൽ പുതിയ നിയമസം അവിടെ ഉപദേശം ഇല്ല, പ്രിയമുള്ളവരെ. അങ്ങനെയെങ്കിൽ പിന്നെ കർത്താവ് എന്തിനാ ഈ വചനം അവരെ ഫലമേൽപ്പിച്ചത്? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ വായിച്ചു പഠിക്കും, പിതാവേ നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് കൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നു. 17:20. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് വേണം നമ്മൾ കർത്താവിൽ വിശ്വസിക്കാൻ. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് വേണം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ. അപ്പോസ്തലന്മാരുടെ ഉപദേശം വേണം സഭയെ പഠിപ്പിക്കാൻ. ഇത് ഇന്ന് സാത്താൻ അത് തകിടം മറിച്ചിട്ടിരിക്കുക. അത് തിരിച്ചു കൊണ്ടുവരാനാണ് ഈ സന്ദേശം. ഞങ്ങളുടെ സൂമിലൊരു മീറ്റിങ്ങിൽ എല്ലാ ആഴ്ചയിലും പല സഹോദരന്മാരൊക്കെ പ്രസംഗിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു 10-20 മിനിറ്റ് കിട്ടി. ആ സമയം കൊണ്ടാണ് ഞാനിത് ഈ വിഷയം അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് ഇടപെട്ടു. ആ 1 തീമോഥെയോസ് ലേഖനം മുഴുവൻ, 2 തീമോഥെയോസ് ലേഖനം തൊട്ടാൽ തീരത്തില്ല, അത് മുഴുവൻ അങ്ങോട്ട് ഒരു മെസ്സേജായിട്ട് പറയണമെന്ന് ആഗ്രഹം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമുക്കെല്ലാവരും, എനിക്കിത് പ്രയോജനമാണ്, നിങ്ങൾക്ക് പ്രയോജനമാണ്. തെക്കും വടക്കും അറിവിടാത്ത ഉപദേശിമാർ സഭയെ ഭരിക്കുന്നുണ്ട്, നമുക്കറിയാമോ? ഊതിയിട്ട് ഒന്തിയിട്ട് കുരപ്പിച്ച് ചിരിപ്പിച്ച് ഛർദ്ദിപ്പിച്ച് അവിടെ കൈയിരിക്കണ ഭൗതികമെല്ലാം അടിച്ചു മാറ്റി പ്രസംഗിച്ച് കൊണ്ടു നടക്കുന്ന വിശ്വാസികളുടെ അവസ്ഥ എന്താകും? അതോ ഗതിയാകത്തില്ലേ? അവർ കൈവിടപ്പെട്ടു പോകത്തില്ലേ? അതുകൊണ്ടാണ് സഹോദരങ്ങളെ, പാസ്റ്റർമാരെ, ഞാൻ വേദനയോടെ കണ്ണുനീരോടെ നിങ്ങളുടെ മുൻപിൽ ഈ വചനങ്ങൾ പറയാൻ എന്നെ തന്നെ സമർപ്പിച്ച് മുമ്പോട്ട് പോകുന്നത്. ഹല്ലേലൂയ. വാക്കിൽ, നടപ്പിൽ, സ്നേഹത്തിൽ, വിശ്വാസത്തിൽ, നിർമ്മലതയിൽ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഞാൻ വരുവോളം വായന, പ്രബോധന, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടി പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവരും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക, ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക. 16-ാം വാക്യം. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. ഇങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. ഇല്ലെങ്കിൽ നിനക്കുമില്ല രക്ഷ, നിന്റെ പ്രസംഗം കേൾക്കുന്നവർക്കുമില്ല രക്ഷ. 2 കൂട്ടരും നശിച്ചു പോകും. ഉപദേശത്തിൽ നിൽക്കണം നമ്മൾ. നീ നിന്നെ തന്നെ എന്നിട്ട് ഉപദേശത്തെ സൂക്ഷിച്ചു കൊള്ളുക. ഈ ഉപദേശത്തെ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? പറഞ്ഞുതരാം. 2 തീമോഥെയോസിൽ അത് കിടക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഞാനത് വായിക്കാം. 2 തീമോഥെയോസ് 1-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാനാരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനും ഉറച്ചിരിക്കുന്നു. എന്നോട് കേട്ട പഥ്യവചനം നീ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുക. അപ്പോൾ ഉപനിധി, പഥ്യവചനം, പഥ്യോപദേശം അത് സൂക്ഷിക്കുന്ന എങ്ങനെയാ? നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ അത് സൂക്ഷിച്ചു കൊള്ളുക. പാപം ചെയ്തു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് പോയാൽ ഉപനിധിയും പോയി, ആത്മാവും പോയി, എല്ലാം പോയി. പിന്നെ പഠിച്ചു വെച്ചതൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, പഠിച്ചു വെച്ചതൊക്കെ മനുഷ്യരെ ഗ്രഹിപ്പിച്ചുകൊണ്ടിരിക്കും. പാട്ട്, പ്രാർത്ഥന, പ്രസംഗം എല്ലാം പിന്നെ പഠിച്ചു വെച്ചതായിരിക്കും, ആത്മാവിലായിരിക്കത്തില്ല ശുശ്രൂഷ. എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളിലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും. കണ്ടോ? പരിശുദ്ധാത്മാ നിറവിലാണ് ദൈവവചനം സംസാരിക്കേണ്ടത്. പരിശുദ്ധാത്മാവിലാണ് ദൈവവചനം പഠിപ്പിക്കേണ്ടത്.
സ്വത്രം സ്വത്രം. എന്നോട് കേട്ട പഥ്യവചനം, എന്നോട് കേട്ടിയ പഥ്യ. ഇവിടെ ഈ ഉപതിഥി എന്നുള്ളത് കർത്താവായിട്ട് പലരും ചിത്രീകരിക്കാറുണ്ട്. ഇവിടെ തന്നെ ഈ വേദഭാഗത്ത് തന്നെ എഴുതിയിട്ടുണ്ട്, ആ നല്ല ഉപതിഥി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. അവൻ എൻ്റെ ഉപതിഥി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. എന്നോട് കേട്ട പഥ്യവചനം ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ആ നല്ല ഉപതിഥി ഏതാ? പഥ്യവചനം. അതെന്ത് ചെയ്യുക? നമ്മളെ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിൽ സൂക്ഷിച്ചു കൊള്ളുക. അതാ ഇവിടെ പറയുന്ന 1 തിമോഥെയോസ് 4:16, നിന്നെ തന്നെ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, അതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കുക. അപ്പോൾ പ്രസംഗം എന്തായിരിക്കണം? പഥ്യവചനം, പഥ്യോപദേശം. ഉപദേശമായിരിക്കണം പ്രസംഗിക്കേണ്ടത്. സഭയെ പ്രസംഗിക്കേണ്ടത് ഉപദേശമാണെന്ന്. പണ്ട് അമേരിക്കയിൽ പോയൊരു പാസ്റ്റർ 6 മാസം അമേരിക്കയിലായിരുന്നു. അമേരിക്കയിൽ പോയിട്ട് അദ്ദേഹം തിരിച്ചു വന്നു, സഭയിൽ ചാർജ് എടുത്തു. മറ്റു പല സഹോദരന്മാരെല്ലാം കൂടിയൊക്കെ വണ്ടി ഉരുട്ടും പോലെ ഉരുട്ടിക്കൊണ്ടൊക്കെ നടന്നു. സ്വത്രം. പാസ്റ്റർ വന്നങ്ങോട്ട് ശുശ്രൂഷ കയ്യേറ്റ് പിന്നെ 2, 3, 4, 5 ആഴ്ച അമേരിക്കയിലെ വിവരണം ആ പ്രസംഗം വന്നു. ഇത് കേട്ടുകൊണ്ടിരുന്നൊരു സഹോദരൻ എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു, എന്താ കാര്യമാണ്? ഞങ്ങളുടെ പാസ്റ്റർ ഇങ്ങനെ അമേരിക്കയിൽ പോയി വന്നു കഴിഞ്ഞ ശേഷം 3, 4, 5 ആഴ്ച പ്രസംഗമൊന്നുമില്ല, അമേരിക്കൻ വിവരണമാണ് പ്രസംഗമെന്ന്. ഞാൻ പറഞ്ഞു, നിന്നെ കൊണ്ട് കൊള്ളൂലാഞ്ഞിട്ട്. അതാ പാസ്റ്റർ അങ്ങനെ പറഞ്ഞത്? നീ ഒരു ചൂണ്ടവരിൽ ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് പറഞ്ഞ, പാസ്റ്റർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. യെസ്, എന്താ പറയൂ? ഞങ്ങൾ ഈ 6 ദിവസം അധ്വാനിച്ചിട്ട് 7-ാം ദിവസം ഇവിടെ വന്നിരിക്കുന്നത് പാസ്റ്ററിൻ്റെ അമേരിക്കൻ വിവരണം കേൾക്കാനല്ല. അത് പാസ്റ്ററും പാസ്റ്ററിൻ്റെ അമ്മാമ്മയും പിള്ളേരും കൂടി മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ വിദേശയാത്രയുടെ വിവരണം പറഞ്ഞാൽ മതി. ഇവിടെ ഞങ്ങൾ വന്നിരിക്കുന്നത് നിർമ്മലമായ ദൈവവചനം, മായമില്ലാത്ത പാല്, അത് കുടിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കാരണം ഇത് തിരുത്തി കൊടുക്കണ്ടേ? എന്ത് പ്രസംഗിക്കണേ, എങ്ങനെ പ്രസംഗിക്കണേ, എവിടെ പ്രസംഗിക്കണം, ഇതൊന്നും ഒരു പിടിയില്ല പലർക്കും. 10 ചക്രം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഒരു തുമ്പും വെളിവില്ലാത്ത പോക്കാ പോകുന്നേ. ഈ തിമോഥെയോസിന്റെ 4-ാം ലേഖനം 16-ാം വാക്യം, 4-ാം അധ്യായം 16-ാം വാക്യം, നിന്നെ സൂക്ഷിക്കുക. നീ യൗവനക്കാരനാ, നിന്നെ സൂക്ഷിക്കണം. ഉപദേശത്തെ സൂക്ഷിക്കണം. ഉപദേശത്തെ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? പരിശുദ്ധാത്മ, നമ്മൾ വായിച്ച് കേട്ടല്ലോ. സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക, ഉപദേശത്തിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നിനക്കും രക്ഷ, നിന്റെ പ്രസംഗം കേൾക്കുന്നൊരു രക്ഷ. ആ പ്രസംഗം കേൾക്കുന്നൊരു ഉപദേശത്തിൽ ഉറച്ചു നിൽക്കണം. അവരെ തന്നെ സൂക്ഷിക്കണം, അവരെ തന്നെ കാത്തുകൊള്ളണം, അവരെ തന്നെ നിർമ്മലീകരിക്കണം, അവരെ തന്നെ വെടിപ്പാക്കണം. ഇതെല്ലാം അവർ ചെയ്യേണ്ടതാണ്. രക്ഷ വ്യക്തിപരമാണ്. ഓരോരുത്തർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളാണ്. സ്തോത്രം. സമൂഹത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് ഞാൻ മുമ്പോട്ട് പോകട്ടെ. സ്തോത്രം. അടുത്ത് 1 തിമോഥെയോസ് 5:1-2 വാക്യങ്ങൾ. മൂത്തവനെ ഭത്സിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കുക. ചിലർക്കൊന്നും ഇതിൻ്റെ ഈ അതിർത്തി വരുമ്പോഴൊന്നും അറിയത്തില്ല. ചില പാസ്റ്റർമാർ ചെയ്യുന്ന ഞാൻ കേട്ടിട്ട് നമ്മുടെ ചെവിക്കല്ല് പൊട്ടിപ്പോവും. അതുപോലെയുള്ള പ്രവൃത്തികളാണ് ചെയ്യുന്നത്. ഒരു ശുശ്രൂഷകൻ ചെയ്യേണ്ട ഉത്തരവാദിത്തമല്ല ഇവിടെ പറയുന്നത്. മൂത്തവനെ ഭത്സിക്കാതെ, മൂത്തവരെ വഴക്ക് പറയാതെ അപ്പനെ പോലെ അവരെ കാണണം. ഇളയവരെ സഹോദരന്മാരെ പോലെ, ഇളയ സഹോദരന്മാരെ പോലെ, മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെ, സ്വന്തം അമ്മമാരെ പോലെ അവരെ പ്രബോധിപ്പിക്കണം. ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും പ്രബോധിപ്പിക്കുക. ഇത് 25 വർഷം പെന്തക്കോസ്തുകാരനായിരുന്നിട്ട് ഞാൻ ഈ വാക്യം കേട്ടിട്ടില്ല ഒരിക്കൽ പോലും. 94-കാരനായ ഒരു ദൈവമനുഷ്യൻ ഇത് പ്രസംഗിച്ചപ്പോഴാണ് സഭയിലെ പാസ്റ്റർ എങ്ങനെ ആയിരിക്കണമെന്ന് ഈ വാക്യത്തിലൂടെ ഞാൻ കേട്ടത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെയും കേൾപ്പിക്കുന്നത്. വാലും തുമ്പും ഇല്ലാത്തൊരു പോക്കായിന്ന് കാണുന്നത്. എന്ത് പറയണം, എങ്ങനെ പറയണം, എവിടെ പറയണം, ഏത് പറയണം, ഒരു പിടിയില്ല. പണ്ടാരനും പറഞ്ഞ പോലെ ഒരു അടക്ക ശുശ്രൂഷയിൽ പോയി സഹോദരനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവിടെ വചനം പ്രഘോഷിക്കാനായിട്ട് കണ്ട് പോവുക പാസ്റ്റർ, വരും പ്രഘോഷണത്തിനായിട്ട്. അപ്പോൾ സഹോദരൻ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശവങ്ങൾ മുമ്പിൽ കിടക്കുക. അപ്പോൾ പുള്ളി പ്രാർത്ഥിക്കുക, കർത്താവേ, ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങൾക്ക് വാഴ്ത്തി നുറുക്കി തരണമേന്ന്.
അത് വചനമെന്ന് പറയണ്ടേ? ഈ കിടക്കുന്ന ശവത്തെ വാഴ്ത്തി നുറുക്കി തരണമെന്നായിരിക്കും മറ്റുള്ളവർ ചിന്തിച്ച് കേട്ടത്. ആ സമയത്ത് ആ പ്രാർത്ഥന അപ്രസക്തമാണ്. കർത്താവേ, ദേവദാസനിലൂടെ നല്ല വചനങ്ങളെ നിങ്ങളെ കേൾപ്പിക്കണമേ. ആമേൻ. നമ്മുടെ പ്രാർത്ഥന കേട്ട് തമ്പുരാൻ ഇറങ്ങി ഓടും സഹോദരങ്ങളെ. പണ്ട് വൈപ്പിലൊരു സഹോദരൻ പ്രാർത്ഥിച്ചത് ഓർക്കുന്നുണ്ട്. കർത്താവെ, വൈപ്പില് മുഴാത്ത പ്രാർത്ഥനയ്ക്ക് കണ്ടു ചെന്നിരിക്കുക. കർത്താവെ, ഞങ്ങളെല്ലാവരും വൈപ്പില് കൂടിയിരിക്കുകയാണെന്ന് നീ അറിയുന്നുവല്ലോ. അപ്പോൾ മറ്റേ ഭാഷ പറഞ്ഞു, കർത്താവിന് അറിയത്തില്ല വൈപ്പില്ലായിരിക്കുന്നതെന്ന്. പുള്ളി പറഞ്ഞപ്പോഴാണ് കർത്താവ് മനസ്സിലാക്കിയെന്ന്. എന്താ പ്രിയമുള്ളവരെ, നമ്മുടെ പരിജ്ഞാനം ഇവിടെ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവ് ഇവിടെ. പൗലോസിൻ്റെ പ്രാർത്ഥനകൾ എടുത്ത് പഠിക്കേ. എഫേസ്യ ലേഖനം 1:16 മുതൽ 19 വരെയുള്ള പ്രാർത്ഥന എടുത്ത് പഠിക്കേ. പൗലോസ് എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു? പൗലോസ് എഫേസ്യയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച തൻ്റെ പ്രാർത്ഥന എന്താ? നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്തുവാ? ഒരു പിടിയില്ല. എന്തൊക്കെയോ വിളിച്ചു പറയുക. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം.